ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ്. ജീവൽ പ്രശ്നങ്ങളാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾ ലോകത്തോടും ഇന്ത്യയോടും ഇന്ത്യയിലെ ഭരണാധികാരികളോടും വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. മതത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വോട്ടുകൾ നേടാമെന്ന് കരുതിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് വരുന്നത്. മറ്റൊരു വശത്ത് അവർ ബിഗ് ടിക്കറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന തരത്തിലുള്ള വലിയ വികസന പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ വലിയ വികസന പദ്ധതികൾ പളപളപ്പുള്ള ഒരു യഥാർത്ഥമായ ഒരു യാഥാർത്ഥ്യത്തെ കാണിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത എക്സ്പ്രസ് വേകൾ, വലിയ മെട്രോകൾ അല്ലെങ്കിൽ വിമാനത്താവളങ്ങൾ, ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം നടപ്പാക്കിയിട്ട് ഇന്ത്യ ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും വലിയൊരു രാജ്യമായി എന്ന തരത്തിൽ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നത്. തീർച്ചയായിട്ടും അത് മുഖ്യധാരാ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചാമൃതം പോലെ സേവിക്കാവുന്ന ഒന്നാണ്. കാരണം അവിടെയാണ് പരസ്യം, അവിടെയാണ് പണം, അതിൽ നിന്നെല്ലാം ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, അവരുടെ പിന്നിലുള്ള മൂലധന ശക്തികൾ, അതിനെ പിന്തുണയ്ക്കുന്ന ഓഹരി വിപണി, വ്യവസായ സാമ്രാജ്യങ്ങൾ, വിദേശ രാജ്യത്തു നിന്നുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെ നിയന്ത്രിക്കുന്നവർ, ഇവരെല്ലാം തന്നെ ഈ ഒരു നരറ്റീവിന്, ഇത്തരത്തിലുള്ള വ്യവഹാരത്തിന് പിന്നിൽ വളരെ ശക്തമായിട്ട് അണിനിരന്നിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ യഥാർത്ഥ മനുഷ്യൻ്റെ ജീവിതം ഇതായിരുന്നില്ല. വടക്കേ ഇന്ത്യയിലെ കർഷകരാണെങ്കിലും കൊള്ളാം, വടക്കേ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണെങ്കിലും കൊള്ളാം, അതുപോലെ തന്നെ പഞ്ചാബിലെ കർഷകരാണെങ്കിലും കൊള്ളാം, ഡൽഹിയിലെ ഗലികളിൽ താമസിക്കുന്നവരാണെങ്കിലും കൊള്ളാം, ഇവരെല്ലാവരും തന്നെ ജീവിതം എന്ന് പറയുന്നത് ഓരോ സന്ദർഭത്തിലും ഓരോ മുഹൂർത്തത്തിലും നിരന്തരമായ സംഘർഷവും നിരന്തരമായ യുദ്ധവുമായി മാറിയിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ, മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ, ലഖ്നൗവിലെയും മറ്റും മുസ്ലിങ്ങൾ, ഇവരെല്ലാവരും തന്നെ നേരിട്ടത് സത്യം പറഞ്ഞാൽ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. അതിനുള്ള വെല്ലുവിളിയാണ്. ഈ നിലനിൽപ്പിൻ്റെ പ്രശ്നത്തെ നമ്മൾ മാധ്യമങ്ങൾ സത്യത്തിൽ ചർച്ച ചെയ്തത് ഭരണഘടനയായിട്ടും അല്ലെങ്കിൽ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കുമായിട്ടാണ്. അപ്പോൾ നമ്മളിതൊരു അക്കാഡമിക് ഡിസ്കഷനാക്കി മാറ്റി. 2019 ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും എല്ലാം സംഭവിച്ച ഏറ്റവും വലിയ അപജയം, ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രശ്നത്തെ ഒരു അക്കാഡമിക് പ്രശ്നമായി മാത്രം കണ്ടു എന്നുള്ളതാണ്. അതിൽ നിന്ന് വേറിട്ട് നിൽക്കാനായിട്ട് ശ്രമിച്ച ഒരുപക്ഷെ അന്നും ഇന്നും രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ ഇത്തവണ ജനങ്ങൾ തീരുമാനിച്ചു, ഞങ്ങളുടെ പ്രശ്നം പറയാൻ പോവുകയാണ്. അവർ പറയാൻ ശ്രമിക്കുമ്പോൾ അവർ പറയാൻ ശ്രമിക്കുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ അവർ പറയുന്നത് ജനങ്ങളിലേക്ക്, മറ്റു മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിനുള്ള മാധ്യമങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ആ മാധ്യമങ്ങളായിട്ട് രംഗത്ത് വന്ന് സാമൂഹ്യ മാധ്യമങ്ങളാണ്. പ്രത്യേകിച്ച് ഹിന്ദി ഭാഷയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വടക്കേ ഇന്ത്യയിലെ ഗ്രാമീണരോട് നിരന്തരമായി സംസാരിച്ച ധ്രുവ് റാത്തിയെപ്പോലെയോ അല്ലെങ്കിൽ പേര് കേൾക്കാത്ത അനവധി ചെറുപ്പക്കാർ, അവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ യോഗേന്ദ്ര യാദവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തിരിച്ചത്. അങ്ങനെ തിരിച്ചതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി ഇങ്ങനെയായത്. ആ തിരിക്കലിൽ മൂലധനമുക്തമായ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ വലിയൊരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഈ തരത്തിലുള്ള ഒന്നാക്കി മാറ്റിയതും വെറും 240 സീറ്റുകളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ കൊണ്ടെത്തിച്ചത്. അങ്ങനെ ഒതുക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻപ് അമിത്ഷാ നിരന്തരം ചീത്ത വിളിച്ചിരുന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ കൈ പിടിക്കേണ്ടി വരുന്നു, കാല് പിടിക്കേണ്ടി വരുന്നു. എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്ന നിതീഷിനെ തങ്ങൾക്കൊപ്പം ചേർക്കേണ്ടി വരുന്നു. അങ്ങനെ വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സ്ഥിതിയിലേക്ക് നോക്കൂ. കൃത്യം 2 ആഴ്ചയുടെ ഇടവേളയിലാണ് BJP ചെന്ന് പതിക്കുന്നത്. എന്നുവെച്ചാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്ന സത്യത്തിൽ ഈ പറയുന്ന സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ മാധ്യമങ്ങളിലോ അല്ല എന്ന് തെളിയിക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഇത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വോട്ടവകാശമുള്ള മനുഷ്യൻ്റെ കൈകളിൽ മാത്രമാണ്. ഇന്ത്യയിൽ ഒരൊറ്റ ആയുധമേ ഉള്ളൂ ജനാധിപത്യത്തെ പിടിച്ചു നിർത്താൻ, അത് വോട്ടെന്ന് പറയുന്ന ആയുധമാണ്. ആ വോട്ടെന്ന് പറയുന്ന ആയുധം മനുഷ്യർ അവരുടെ മനസ്സും ചങ്ക് പറിച്ചെടുത്ത് കൊടുത്തപ്പോഴാണ് ഇന്ത്യ ഇന്ന് സത്യത്തിൽ ഒന്ന് ശ്വാസം വിടുന്ന അവസ്ഥയിലെത്തിയത്. അതിൽ ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർക്ക് ഒരവകാശമില്ല. സത്യം പറഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്തതെന്ന് പല സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പരസ്പരമുള്ള പടലപിണക്കങ്ങൾ, രാഹുൽ ഗാന്ധിയെ അമിത്ഷായും മോദിയും പപ്പു എന്ന് വിളിക്കുമ്പോൾ അത് തങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ നിരന്തരം ആവർത്തിക്കുന്നവർ, അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ
ഒരു സാന്ത്വന സ്പർശത്തിൻ്റെ ഒരു പുതിയ രീതിശാസ്ത്രം, ഒരു പുതിയ രീതി, മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചേരാനൊരു സന്നദ്ധത, അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനുള്ളൊരു മനസ്സ്, അതെല്ലാമാണ് ഇനി വേണ്ടതെന്ന് തെളിയിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയ ബദലാണ് മോദിക്കും ഷായ്ക്കുമെതിരെ കേരളത്തിൻ്റെ മുന്നിൽ, ഇന്ത്യയുടെ മുന്നിൽ വച്ചത്. അതിൻ്റെ ഒരു ഫലം ആണ് സത്യത്തിൽ ഇന്ത്യ ഇന്ന് ഒരല്പം ആശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ഇന്ത്യൻ ജനാധിപത്യത്തിലേക്കും തെരഞ്ഞെടുപ്പുകളിലേക്കും ഭരണത്തിലേക്കും ഭരണകൂടത്തിലേക്കും നോക്കുന്നൊരവസ്ഥയിൽ എത്തിയത്.